നമ്മുടെ വീട്ടിൽ ഉരുളക്കിഴങ്ങും മുട്ടയുണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ സിമ്പിളായിട്ട് റെഡിയാക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ടേസ്റ്റി സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. ഇതിൻ്റെ പേര് അങ്ങനെ കറക്റ്റ് പേരൊന്നുമില്ല, വേണമെങ്കിൽ നമുക്കൊരു പൊട്ടറ്റോ ഓംലേറ്റ് എന്നൊക്കെ വിളിക്കാം കേട്ടോ. വൈകിട്ട് സ്കൂളിൽ നിന്ന് കുട്ടികൾ വരുമ്പോൾ കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള കുഞ്ഞു ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യാം. ഞാനിവിടെ 2 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് കേട്ടോ. അത്ര വലുതൊന്നുമല്ല, ഒരു മീഡിയം സൈസിലുള്ള പൊട്ടറ്റോ ആണ്. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ തൊലി കളഞ്ഞിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതിനെ ഉരുളക്കിഴങ്ങിനെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഇതേപോലെ നൈസായിട്ട് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. കാരണം നമ്മളിത് ഫ്രൈ പാനിൽ ഇട്ടിട്ടാണ് കുക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫ്രൈ ചെയ്യുന്ന പോലെ ആക്കിയിട്ടാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ കട്ടില്ലാതെ ഇതുപോലെ അരിഞ്ഞെടുക്കണം, എന്നാലേ പെട്ടെന്ന് കുക്കായി കിട്ടുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഒരു ഫ്രൈ പാന് വെച്ചിട്ട് അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. സൺഫ്ലവർ ഓയിൽ തന്നെയാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഓയിലിലേക്ക് ഞാൻ ആദ്യം ഇട്ട് കൊടുക്കുന്നത് ഒരു സവാളയാണ്. ഇതൊരു മീഡിയം സൈസ് സവാള തന്നെ ഇതേപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്താൽ കേട്ടോ. ഇതിനെ നൈസായിട്ട് കട്ട് ചെയ്താൽ മതി. ഒരു സവാള, വലുതൊന്നുമല്ല, ഒരു മീഡിയം സൈസിലുള്ള സവാളയാണ്. അപ്പോൾ നമുക്ക് ആദ്യം സൺഫ്ലവർ ഓയിലിലേക്ക് ഈ സവാള ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങില്ലേ, അതും ഇതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. അതുകൂടെ ഇട്ടിട്ട് ഇതിനെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിന് നമ്മൾ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പൊട്ടറ്റോ ഫ്രൈ ഉണ്ടാക്കൂലേ, ഉള്ളിലേക്ക് ഇട്ടിട്ട് അതേപോലെ ചെയ്തെടുക്കുകയാണ് ആദ്യം വേണ്ടത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് മുളക് പൊടി, അത് നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഏകദേശം ഒരു 1.5 ടീസ്പൂണോളം ചേർക്കുന്നുണ്ട്. അതേപോലെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മൾ സ്കൂളിലേക്ക് കൊണ്ടുപോകാനൊക്കെ പണ്ട് ഉണ്ടാക്കില്ലായിരുന്നു, അതേക്ക് പോലെയുള്ള ഒരു പൊട്ടറ്റോ ഫ്രൈ മോഡൽ തന്നെ ചെയ്തെടുക്കണത് ആദ്യം. അപ്പോൾ വല്ലാണ്ട് ഫ്രൈ ആവണ്ട, എന്നാൽ പൊട്ടറ്റോ ഒക്കെ നന്നായിട്ട് കുക്കാവുന്ന രീതിയിൽ ആവുന്നത് വരെ നമ്മളിത് ചെയ്യാം കേട്ടോ, കുക്ക് ചെയ്യാം ഇതിനെ. അപ്പോൾ ഇടയ്ക്ക് ഇത് ഇളക്കി കൊടുക്കാൻ മറക്കരുത് കേട്ടോ, അല്ലെങ്കിൽ കരിഞ്ഞു പോവേ. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക, അങ്ങനെ ചെയ്തെടുക്കാം. ഇപ്പോൾ അതാ എൻ്റെ പൊട്ടറ്റോ ഒക്കെ അത്യാവശ്യം കുക്കായിട്ടുണ്ട്. കുറേയൊക്കെ ഒരു ലൈറ്റായിട്ടൊന്ന് ഫ്രൈ ആയ പോലെ ആയിട്ടുണ്ട്. ഇത്രയും ആയാൽ മതിയാവും. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം, എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. ഇനി ഞാനിവിടെ 2 പൊട്ടറ്റോക്ക് 3 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അത് നമ്മുടെ പൊട്ടറ്റോൻ്റെ സൈസിനനുസരിച്ച് മാറ്റം വരും കേട്ടോ. ഇപ്പോൾ കുറച്ച് വലിയ പൊട്ടറ്റോ ആണെങ്കിലും ഓക്കെ, അപ്പോൾ മുട്ട ചിലപ്പോൾ ഒന്നുകൂടെ വേണ്ടി വരും, അങ്ങനെയൊക്കെ ഉണ്ടാകും. അപ്പോൾ അത് നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും അളവ്. അപ്പോൾ ആദ്യം 3 ഞാൻ എടുക്കുന്നത് ഇതിലേക്ക്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഒരു അളവിനനുസരിച്ച് എടുത്തു നോക്കുക. പിന്നെ കുറവുണ്ടെങ്കിൽ നമുക്ക് മിക്സ് ചെയ്തതിന് ശേഷം മുട്ട ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് ഈ 3 മുട്ടയും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ കുറച്ച് മല്ലിച്ചപ്പ് വേണം. അപ്പോൾ മല്ലിയില കുറച്ച് ഞാനിവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതേപോലെ പിന്നെ കുറച്ച് പച്ചമുളകും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു 2 പച്ചമുളക് എടുത്തിട്ടുള്ളൂ കേട്ടോ, കാരണം മോനോട് കഴിക്കാനുള്ളതുകൊണ്ട് മുളക് അധികം ഇട്ടാൽ അവന് കഴിക്കുമ്പോൾ എരിയൊന്ന് വെച്ചിട്ട് ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ. നല്ല സ്പൈസി ആയിട്ട് വേണമെന്നുള്ളവർക്ക് കുറച്ചുകൂടെ മുളക് എടുക്കാം കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് ശരിക്കും മിക്സ് ചെയ്തെടുക്കുക. വേണമെങ്കിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക, ഞാനിപ്പോൾ ഉപ്പ് ചേർക്കണില്ല കേട്ടോ. എന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച് പൊട്ടറ്റോ ഇതിലേക്ക് ഇട്ടിട്ട് അതുകൂടെ ചേർത്ത് മിക്സ് ചെയ്യുക. അപ്പോൾ ഞാൻ ഉപ്പ് ചേർക്കാത്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഈ പൊട്ടറ്റോയിലിന് ഞാൻ ആവശ്യത്തിന് ഉപ്പുണ്ട്. അപ്പോൾ നമ്മളിത് മിക്സ് ചെയ്തിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. എന്നിട്ട് ഉപ്പ് കുറവ് തോന്നുകയാണെങ്കിൽ മാത്രം എക്സ്ട്രാ ഉപ്പ് ചേർത്താൽ മതി, അല്ലെങ്കിൽ ഈ പൊട്ടറ്റോയിലുള്ള ഉപ്പ് തന്നെ മതിയാവും, അത് തന്നെ പാകമായിരിക്കും. പിന്നെ ഉപ്പ് ചേർത്താൽ ചിലപ്പോൾ ഉപ്പ് കൂടിപ്പോകും കേട്ടോ. അപ്പോൾ ഇത് മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഇതേ ഒരു പോലെ വരണം. ഈ പൊട്ടാറ്റോ ഇങ്ങനെ കറക്റ്റ് മുട്ടയിൽ ഇങ്ങനെ കറക്റ്റായി നിൽക്കുന്ന ഒരു രീതിയിൽ വരണം. അപ്പോൾ വല്ലാണ്ട് ഡ്രൈ ആയി തോന്നുകയാണെങ്കിൽ വേണമെങ്കിൽ ഒരു മുട്ടയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കൊരു പാൻ എടുക്കുക. അപ്പോൾ ഞാൻ വേറൊരു പാൻ എടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ നമ്മൾ പൊട്ടറ്റോ ഫ്രൈ ചെയ്ത പാനായാലും മതി. അതിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് ഈ മിക്സ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് പരത്തി കൊടുക്കുക കേട്ടോ. എല്ലായിടത്തും ശരിക്ക് വരുന്ന രീതിയിൽ ഒന്ന് സ്പൂൺ വെച്ചിട്ട് ഒന്ന് പരത്തി കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. ഇനി ഇതിന് നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ കുക്ക് ചെയ്യാൻ. തീ കൂട്ടി വെക്കരുത്, വേഗം കരിഞ്ഞു പോകും. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ അടച്ചു വെക്കേണ്ട ആവശ്യമില്ല, അടച്ചു വെക്കാതെ തന്നെ കുക്ക് ചെയ്താൽ മതി. അതാണ് ഞാൻ ഓംലെറ്റ് എന്ന് പറയാൻ കാരണം കേട്ടോ, പൊട്ടറ്റോ ഓംലെറ്റ് എന്ന് പറയാൻ കാരണം. ഇപ്പോൾ ഒരു ഭാഗം ആയിട്ടുണ്ട്, ഇനി ഇതൊന്ന് തിരിച്ചിടണം. ഒന്നേലും ചട്ടകം കൊണ്ട് തിരിച്ചിടാം. അപ്പോൾ ഞാൻ അതിനേക്കാളും എളുപ്പം ഞാൻ നേരത്തെ പൊട്ടറ്റോ ഫ്രൈ ചെയ്ത പാനിലേക്ക് അങ്ങോട്ട് മറിച്ചിട്ടു. കാരണം ചട്ടകം കൊണ്ട് തിരിച്ചിടുമ്പോൾ ചിലപ്പോൾ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. എൻ്റെ ഫ്രൈ പാനിൽ കറക്റ്റാണിത്, അതുകൊണ്ട് തന്നെ ഞാൻ തിരിച്ചിട്ടാൽ ചിലപ്പോൾ അത് പൊട്ടിപ്പോവും. അതുകൊണ്ട് ഞാൻ വേഗം ആ പൊട്ടറ്റോ ഫ്രൈ ചെയ്ത പാനിലേക്ക് അങ്ങോട്ട് തിരിച്ചിട്ടു കേട്ടോ. ഇനി മറ്റേ സൈഡോടെ ഇതേപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് നമ്മുടെ
പൊട്ടറ്റോ ഓംലെറ്റ് അങ്ങനെ പറയാം. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ കഴിക്കാൻ. ഇത് നമുക്ക് ടൊമാറ്റോ കെച്ചപ്പിൻ്റെ കൂടെയൊക്കെ കഴിക്കാം. നല്ല ചൂടോട് കൂടി കഴിക്കണം കേട്ടോ, അതാണ് ടേസ്റ്റ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് പെട്ടെന്ന് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു സാധനമാണ്, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല സിമ്പിളാണ് ഉണ്ടാക്കാൻ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.